ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് ഞാനൊരു ലോങ് ഫോം വീഡിയോ ഉണ്ടാക്കുന്നത്, ഇതുപോലെ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഔട്ട് ഓഫ് ടച്ച് ആയിട്ട് ഇതൊക്കെ തോന്നുന്നുണ്ട്. ഇന്ന് ഞാൻ വന്നതൊരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാനൊരു ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ പാക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളത്. ഇതുപോലെ ട്രിപ്പ് പോകുന്ന ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതാണല്ലോ. ഇനി അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇത് ഭാവിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ആവട്ടെ എന്നോർത്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കണേ. എവിടേക്കാണ് പോണേന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോകുന്നത് ജപ്പാനിലേക്കാണ്. ഞങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ ഇതുപോലെ ജപ്പാൻ പോകണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യണം എന്ന് വിചാരിച്ച് പല കാര്യങ്ങൾ കൊണ്ട് മാറ്റി വെച്ചൊരു ഡെസ്റ്റിനേഷനാണിത്. 2 വീക്സിലേക്കാണ് പോകുന്നത്. 15 ഡേയ്സ് ഉണ്ട് അവിടെ. അതിന് വേണ്ട പാക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പരിപാടി തുടങ്ങാം. എന്നിട്ട് ആ കൂടെ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളതും എങ്ങനെയാണ് എന്താണ് പാക്ക് ചെയ്യുന്നതെന്നുള്ളതും പിന്നെ അതുപോലെ എൻ്റെ കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഇടയിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അത് ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ ഞാൻ പാക്ക് ചെയ്തു. കുറച്ച് പാക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതൊരു വീഡിയോ പിടിച്ചാലോ എന്നൊരു ഐഡിയ എനിക്ക് പെട്ടെന്നുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ സംഭവമൊക്കെ സെറ്റപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാം. അതുപോലെ ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പാക്കിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എവിടേക്ക് ട്രിപ്പ് പോകാൻ തുടങ്ങിയാലും അതിന് മുന്നേ ചെയ്യണ ഒരു പരിപാടിയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ ഞാൻ മനസ്സിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്തിടും എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. എന്നിട്ട് ലാസ്റ്റ് അത് വെച്ചിട്ടാണ് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ട് എല്ലാം പാക്ക് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടോ എന്ന് നോക്കി മനസ്സമാധാനത്തോടെ പുറത്തേക്ക് ഇറങ്ങാം. ആ ലിസ്റ്റ് ഞാൻ ലാപ്ടോപ്പിൽ ഇവിടെ ഓണാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പാക്ക് ചെയ്ത് കാണിക്കാൻ പോണത് എൻ്റെ സൂട്ട് കേസാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സെപ്പറേറ്റ് ട്രോളി ഉണ്ട്. അതിലെന്താ വെക്കണേ എങ്ങനെയാണ് വെക്കണേന്നൊന്നും ഞാൻ കാണിക്കണുള്ളത്. ഒരു ഗേൾസിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് നമ്മുടെ സെക്ഷൻ വരുന്നത് ക്ലോത്ത്സ് ആണ്. ക്ലോത്ത്സിൽ ഞാൻ കഴിവതും കുറവ് ക്ലോത്ത്സ് കൊണ്ടുപോകാനാണ് നോക്കണ. കാര്യം 2 ആഴ്ച ഉണ്ടെങ്കിൽ പോലും ജപ്പാൻ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്. അവിടുത്തെ ഗാർമെൻറ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ യുണീക്ലോയുടെ ജന്മസ്ഥലമാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ കയറി കുറേ ഷോപ്പ് ചെയ്യണമെന്ന് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുത്തി നിറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറവ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നുള്ളൂ. ഇതിനെന്നെ സഹായിക്കുന്നത് എൻ്റെ ക്യാപ്സ്യൂൾ വാർഡ്രോബാണ്. അതുകൊണ്ട് പീസസ് വളരെ കുറവായിരിക്കും. പക്ഷേ എനിക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പാക്ക് ചെയ്തേക്കണ ഒരു ജീൻസ്, 3 പാൻസ്, അതിൽ ഒരെണ്ണം ലിനൻ പാൻറ്റാണ്, ബാക്കി 2 നമ്മുടെ എന്താ പറയുക ഫോമൽ ട്രൗസേഴ്സ് പോലത്തെ. ഒരു ഷോർട്സ്. ഈ ഷോർട്സ് അവിടെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഇടുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഷോർട്സ്. പിന്നെ 2 സ്കേർട്ടും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ബോട്ടം വെയർ എടുത്തേക്കണേ. ഇപ്പോൾ പാക്ക് ചെയ്തതിനകത്ത് ഞാൻ 2 സ്വെറ്റ് ഷർട്ട് ഇൻക്ലൂഡ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്ന ഈ പാക്കിംഗ് ക്യൂബ്സ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തപ്പി നോക്കിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നല്ല ക്വാളിറ്റി ആട്ടോ. എനിക്ക് പാക്കിംഗ് ക്യൂബിന് ഇപ്പോൾ എന്ത് ക്വാളിറ്റി, പക്ഷെ എന്നാലും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, കയറി പറഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. എൻ്റെ ട്രോളി പിങ്ക് കളറാണ്, അപ്പോൾ അതുമായിട്ട് നല്ല മാച്ചാണ്. അപ്പോൾ എല്ലാം ഒരു സെറ്റായിട്ട് വന്ന പോലെ തോന്നും. ട്രോളിങ് മെത്തേഡാണ് ഞാൻ യൂഷ്വലി പാക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ്. അതേ മെത്തേഡ് ഈ ഒരു ക്യാപ്സ്യൂളിലും കൂടെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ട്രാവൽസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാക്കിംഗ് ക്യൂബ് വാങ്ങിച്ചോളായിട്ട്. ഞാനിപ്പോൾ ഇത് എത്രയാണ് എടുത്ത് വെച്ചേക്കണേ. ഇതിൽ ഒരു ടോപ്പല്ല കേട്ടോ, 1 ജാക്കറ്റും ഉണ്ട്, 2 ഷർട്ട്, 1 2 3 4 5 ടീഷർട്ട്സ്, 2 ഡ്രസ്സ് ഉണ്ട്, കോട്ടൺ ഡ്രസ്സാണ്, 2 സ്ലീവ്ലെസ് ആണ്. അഗൈൻ ഞാൻ കണ്ട വീഡിയോസിലും വായിച്ച ബ്ലോഗ്സിലും ഒക്കെ അവർ പറയണേ അവിടുത്തെ ആൾക്കാർ അങ്ങനെ സ്ലീവ്ലെസ് അല്ലെങ്കിൽ ഷോൾഡർ എക്സ്പോസ്ഡ് ആവുന്നത് അത്ര പ്രിഫർ ചെയ്യില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ടെമ്പിൾസ് ഒക്കെ എന്തെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോൾഡേഴ്സ് കവേർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ട്രെഞ്ച് കോട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ ഇതെന്താണ് ബേഷ് കളർ ട്രെഞ്ച് കോട്ട്. എല്ലാവരും ഞാൻ കണ്ട വീഡിയോസിലൊക്കെ എഴുതിയേക്കണ സ്പ്രിങ്ങിൽ പോകുമ്പോൾ ഒരു ലെയർ ഉണ്ടാവണം നല്ലതാണെന്നാണ്. ഇതൊരു ലൈറ്റ് ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ട്രെഞ്ച് എടുത്തേക്കാം. അതാവുമ്പോൾ അത്ര കട്ടിയും ഇല്ല, എന്നാൽ വിൻഡൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു
കവറിങ് ആവും. ഈ ഒരു ഡെനിം ജാക്കറ്റും കൂടി എടുക്കുന്നുണ്ട്. അഗൈൻ ഈ പറഞ്ഞ പോലെ ഒരു ലെയർ വല്ലതും വേണം തോന്നിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഡെനിം ഷർട്ടും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ടോപ്പ് വെയർ. അടുത്തത് നല്ലോണം പാക്ക് ചെയ്തേക്കുന്നത് സോക്സ് ആണ്. കാരണം കുറേ നടക്കാനുണ്ട്. ഒരു ബാഗിൽ ഒരെണ്ണത്തിൽ പാക്ക് ചെയ്തേക്കുന്നത് സോക്സ്, നൈറ്റ് ഡ്രസ്സ് അഗൈൻ ഒത്തിരി എടുത്തിട്ടില്ല. കാരണം രാത്രി കുറച്ച് നേരം മാത്രം ഇട്ടുകൊണ്ട് കിടന്നുറങ്ങാനുള്ള സാധനമാണല്ലോ. അപ്പോൾ 2 എണ്ണം പെർ വീക്ക് എടുത്തിട്ടുള്ളൂ. അതും പിന്നെ എല്ലാ ഡ്രസ്സിൻ്റെ ഒക്കെ അടിയിലിടേണ്ട സ്ലിപ്സ്, ഷോർട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരെണ്ണത്തിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം വേറൊരെണ്ണത്തിലും പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഫുഡ് വെയർ ഞാൻ കൊണ്ടുപോകുന്നത് ഷൂസ് എൻ്റെ ന്യൂ ബാലൻസ് 327 ആണ്. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി നടക്കാനുള്ള സ്ഥലമാണെന്നാണ് കാണുന്നത്. എല്ലാവരുടെയും വീഡിയോസിലൊക്കെ കണ്ടത് പെർ ഡേ 20,000 സ്റ്റെപ്സ് ഒക്കെ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ നടക്കണമെങ്കിൽ നല്ല ഷൂസ് വേണം, സപ്പോർട്ടീവായിട്ടുള്ള ഷൂസ് വേണം. അപ്പോൾ ഈ ന്യൂ ബാലൻസിൻ്റെ ഷൂസ് ഭയങ്കര നല്ലതാണ്. അങ്ങനെ കൂടുതൽ നടക്കാനൊക്കെ ഉള്ളപ്പോൾ ഇതിൻ്റെ ഗ്രിപ്പ് നല്ലതാണ്. ആ ഒരു ടോ ബോക്സിന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് എല്ലാം കൊണ്ടും നടക്കാൻ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇതാണ്. കുറച്ച് ചങ്കിയാണ്, ബട്ട് സ്റ്റിൽ ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന ഷൂസ്. ഇത് ഞാൻ പോകുന്ന ദിവസം ഇട്ടുകൊണ്ട് പോകും, അതുകൊണ്ട് പാക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഷൂസിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം എന്ന് തോന്നി, കാരണം പോകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. അപ്പോൾ ഞാൻ ആകെ കൊണ്ടുവന്ന ഷൂസ് ഇതാണ്. വേറൊരു കൂടുതൽ അതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് ഒരു സാൻഡൽസ് ആണ്. ഈ പറഞ്ഞ സാൻഡൽസ് എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം കൂടുതൽ ഷൂസ് ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നു വരുന്നതൊക്കെ. ബട്ട് ലോക്കലായിട്ട് ലൈക്ക് താമസിക്കണതിൻ്റെ അടുത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും കറങ്ങാൻ പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺവീനിയൻസ് സ്റ്റോറിൽ പോവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഷൂ ഇടാണ്ട് സാൻഡൽസ് ഇടണമെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ ബർക്കിൻ സ്റ്റോക്സ് ആണ്. ഇതും അഗൈൻ നടക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ 20,000 സ്റ്റെപ്സ് ഒക്കെ നടക്കാനായിട്ട് കംഫർട്ടബിൾ ആവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും നടന്നു നോക്കിയിട്ടില്ല ഇതുകൊണ്ട്. പക്ഷേ അത്യാവശ്യം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു സാൻഡൽസ് ആണിത്. ഇതാണ് കൊണ്ടുപോകുന്നത്. ഇനി ഇതിൽ ഞാൻ എടുക്കാത്തൊരു കാര്യമുണ്ട്. അവിടെ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്, ഓൺസെൻസ് എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മൾ പോകണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്, പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഇതിൽ നമ്മൾ എന്താ പറയുക, സ്വിമ്മിങ് അറ്റയറോ അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല. കംപ്ലീറ്റ് ന്യൂഡായിട്ടാണ് ഈ പറഞ്ഞ ഹോട്ട് സ്പ്രിങ്സിൽ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഓൺസിനാണ്. അപ്പോൾ എന്നാൽ പോലും നമുക്ക് അതിനകത്ത് ഈ സ്വിമ്മിങ് അറ്റയർ, ബിക്കിനി ഒന്നും ഇടാൻ പറ്റില്ല. പക്ഷേ ഒരെണ്ണം കയ്യിലെടുക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഒരെണ്ണം പാക്ക് ചെയ്യും. ഇനി എടുക്കേണ്ട ഒരു സാധനമാണ് ഹാൻഡ് കർച്ചീഫ്സ്. ഞാൻ കുറേ ടിഷ്യൂസ് എടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി പാക്കറ്റ്സ് ഇനിയുണ്ട്, താഴെ കിടപ്പുണ്ട്, എല്ലാം എടുക്കാൻ വയ്യ. എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോയിട്ടോ ഒക്കെ ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടിഷ്യൂസ് ഉണ്ടാവില്ല എന്നിങ്ങനെ ഞാൻ കുറേ പേരുടെ വീഡിയോസിൽ കണ്ടു. 2-3 ഹാൻഡ് കർച്ചീഫും കൂടെ ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ ഇതിനകത്തല്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രോളിയിലായിരിക്കും പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, ബട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇനി അടുത്തത് നമുക്ക് മേക്കപ്പ് പൗച്ച് നോക്കാം. അപ്പോൾ എൻ്റെ മേക്കപ്പ്, സ്കിൻ കെയർ സാധനങ്ങളൊക്കെ ഞാൻ ഇതിലാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഹ്യൂജ് പൗച്ചാണ്. ഇതിനിപ്പോൾ ഞാൻ കുറേ എൻ്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൺസ്ക്രീൻ ഉണ്ട്, ഇതെന്താ ബ്ലഷ്, പിന്നെ എടുത്തേക്കുള്ള സാധനമാണ് ഐ ഷാഡോ പാലറ്റ്. ഇത് ഞാൻ യൂസ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. പക്ഷേ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ജാപ്പനീസ് സ്ത്രീകളാണെങ്കിലും അല്ലാതെ അവിടെ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിലും കുറച്ച് എന്താ പറയുക, നമ്മുടെ മേക്കപ്പിലും പ്രസൻറ്റേഷനിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കും എന്നിങ്ങനെ കണ്ടു. അപ്പോൾ കുറച്ച് ഫണ്ണായിട്ടുള്ള വല്ല ഐ ലുക്സോ അല്ലെങ്കിൽ ജസ്റ്റ് പുട്ട് ടുഗെദറായിട്ട് തോന്നാൻ വേണ്ടിയിട്ടോ എനിക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ തോന്നിയാലോ, എനിക്കറിഞ്ഞൂടാ, ഞാൻ മിക്കവാറും ചെയ്യാൻ വഴിയൊന്നുമില്ല, വെറുതെ കൊണ്ടുപോകുന്നതായി പോവും. പക്ഷേ എന്തായാലും തോന്നിക്കഴിഞ്ഞാൽ കയ്യിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ബേസിക് ഷെയ്ഡ്സും ഉണ്ട്, ഫണ്ണായിട്ടുള്ള കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. ഇതുപോലെ ഫൗണ്ടേഷനോ സ്കിൻ ടിൻറ്റോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു കോമ്പാക്ട് പൗഡർ മാത്രമാണ് എടുത്തേക്കുന്നത്. ഇത് പൗഡർ പ്ലസ് ഫൗണ്ടേഷനാണിത്, ബട്ട് അതേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കുറേ ചെറിയ ചെറിയ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ ഇതിലാണ് പാക്ക് ചെയ്തേക്കണേ. ഇതിൻ്റെ അകത്ത് എന്താ നമ്മുടെ ലിപ്സ്റ്റിക്സ്, ടിൻറ്റ്, ഇതെന്താ ഇതൊക്കെ ബ്ലഷർ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഫേവറേറ്റ് ബ്ലഷറാണ് കേട്ടോ, റെയർ ബ്യൂട്ടിയുടെ. ഞാനിത് വാങ്ങിയ പിന്നെ മോസ്റ്റ്ലി യൂസ് ചെയ്യണത് ഇത് തന്നെയാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. മസ്കാര,
ഇത് മെബിലിൻ്റെ ഫോൾസീസ് സറിയൽ മസ്കാരയാണ്. പിന്നെ കുറച്ച് ഐ പെൻസിൽസ്, ലിപ് ലൈനർ, ടോയ്ലറ്ററീസ് ഞാൻ ഇതിനകത്ത് പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇത് അവർ ഉദ്ദേശിച്ചത് മറ്റേ ലോണ്ടറി ബാഗായിട്ടാണ് അവർ ഈ പാക്കിംഗ് കിറ്റിൻ്റെ അകത്ത് തന്നേക്കണത്. അവർ തന്നേക്കണ ടോയ്ലറ്ററി ബാഗിന് ഈ സൈസും ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് എൻ്റെ ഒന്ന് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ മെഡിസിൻസ് ആണ്. നമുക്ക് അത്യാവശ്യം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കയ്യിൽ കരുതേണ്ട കുറച്ച് മെഡിസിൻസ്, കുറച്ച് ഇതുണ്ട്, ബാൻഡേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലൊക്കെ പൊട്ടി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ ലെൻസിൻ്റെ ഇത്, ലെൻസ് സൊല്യൂഷൻ. പിന്നുള്ളത് 1-2 മെഡിസിൻസ് ആണ്. ഇത് ഒരെണ്ണം സ്റ്റൊമക്ക് ഏക്കിനും അല്ലെങ്കിൽ ലൂസ് മോഷനൊക്കെ വരുവാണെങ്കിൽ അതിനുള്ളത്. പിന്നുള്ളത് ഒരു ഐബുപ്രൂഫൻ, പെയിൻ കില്ലറോ അല്ലെങ്കിൽ ചെറിയ കോൾഡൊക്കെ വരികയാണെങ്കിൽ പാരസിറ്റമോളും കൂടെ ഉണ്ട്, അതും കൂടി എടുത്ത് ഇതിനകത്ത് വെക്കണം. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻ പൗച്ച് റെഡിയാണ്. ഷാർജൽ എടുത്തിട്ടുണ്ട്, ഷാംപൂ, എൻ്റെ കണ്ടീഷണർ. ഇത് മാസ്ക് ആണ് ആക്ച്വലി. നമ്മൾ ഓൺസെൻസിൽ പോകുമ്പോൾ ചിലയിടത്തൊന്നും കാണാൻ ചാൻസ് ഇല്ലയെന്ന് ഞാനിങ്ങനെ വായിച്ചു. സോ അതുകൊണ്ട് ഞാൻ എന്തായാലും അത് എടുക്കുകയാണ്. പിന്നുള്ളത് എൻ്റെ ഫേസ് വാഷാണ്. ഇത് നിങ്ങൾ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, സിമ്പിൾ ഫേസ് വാഷ്. ഇത് ഞാൻ കാലങ്ങളായിട്ട് തന്നെയാണ് യൂസ് ചെയ്യാൻ, എൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. എൻ്റെ മേക്കപ്പ് റിമൂവർ പാഡ്സ് ഞാൻ മറ്റേ മേക്കപ്പ് ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. സാനക്സിൻ്റെ ഡിയോഡ്രൻറ്റ്. പിന്നെ എൻ്റെ ഡ്രൈ ഷാംപൂ എനിക്ക് തോന്നുന്നു മസ്റ്റാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. എവറി ഡേ ഹെയർ വാഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രിക്കോഷൻ വൈസ് ഇത് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഹെയർ സ്പ്രേ. എനിക്ക് വേണ്ടത് ഒരു സെറ്റാക്കേണ്ട ഒരു സാധനം ഇതാണ്. ഇതെൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് മിസ്റ്റാണ്. ഇത് വലിയ ബോട്ടിലാണ്. ഇത് ചെറിയ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം. എൻ്റെ മറ്റേ ട്രാവൽ സൈസ് ഈ പാക്കറ്റിനകത്ത് വന്ന ബോട്ടിൽസിൽ സ്പ്രേ ബോട്ടിലില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങിയില്ല, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചാൽ. അപ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പം സംഭവം ഇല്ല. അപ്പോൾ ഇതെനിക്ക് വേറെ ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് അതും കൂടെ പാക്ക് ചെയ്യണം. ഇനി ഞാൻ കൊണ്ടുപോകണ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ കാണിച്ചു തരാം. ഒരെണ്ണം ഈ ബ്ലോ ബ്രഷാണ്. ഇത് ഞാൻ പണ്ട് എൻ്റെ മോസ്റ്റ് യൂസ്ഡ് ടൂൾസ് എന്നോ എന്തോ പറഞ്ഞിട്ടൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് അലൻ ട്രൂമൻ്റെ ബ്ലോ ബ്രഷാണ്. ട്രാവലിനൊക്കെ ഭയങ്കര നല്ലതാണ്, മുടി ഉണങ്ങാനും സ്റ്റൈൽ ചെയ്യാനും എല്ലാത്തിനും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഞാനിത് എന്തായാലും എടുക്കുന്നുണ്ട്. ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നൊരു സാധനമാണ്. കംപ്രഷൻ സോക്സ്, ഫ്ലൈറ്റ് സോക്സ് എന്ന് പറയും, അല്ലെ കംപ്രഷൻ സോക്സ് എന്ന് പറയും. ഇത് നമ്മൾ ഒത്തിരി ലോങ് ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ കാലിൽ നീര് വരും അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയും എന്നൊക്കെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനം എന്നാണ് പറയണത്. ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് 40 years ഓഫ് ഏജിന് മുകളിലുള്ളവർ, പ്രഗ്നൻ്റ് ആണെങ്കിൽ, റീസെൻ്റ്ലി ബേബി ഉണ്ടായവരാണെങ്കിൽ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കാല് ഇങ്ങനെ കുറേ നേരം തൂക്കിയിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് കാലിൽ നീര് വരും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വല്ല കുറവുണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോണൊരു സാധനമാണിത്. പിന്നുള്ളൊരു സാധനം ഇതാണ്, ടൈറ്റ് ടു ഗോ പെൻ. അപ്പോൾ ഇത് നിങ്ങൾ മുന്നേ പലരുടെയും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഉടുപ്പിൽ എന്തെങ്കിലുമൊക്കെ സ്പില്ല് ഉണ്ടാവുകയാണെങ്കിലോ എന്തെങ്കിലും ചായയോ കാപ്പിയോ ഫുഡോ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ, വീടിന് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വെച്ചിട്ട് നമുക്ക് അപ്പം തന്നെ നമ്മളിത് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ മാറിക്കിട്ടും. ചെറിയ സ്റ്റെയിനൊക്കെ ആണെങ്കിൽ ഫുള്ള് മാറും. ഭയങ്കര വലിയ സ്റ്റെയിൻ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നല്ലോണം കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരെണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നൊരു സാധനമാണ് ഒരു കുട. നമ്മുടെ നാട്ടിലെ നാനോ കുടയാണ്. ഇതെടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ സമയം സ്പ്രിംഗ് ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ വായിച്ചു. നമ്മളിവിടെ അയർലൻഡിൽ മഴ ഉണ്ടെങ്കിൽ നമ്മൾ കുടയൊന്നും എടുക്കില്ല, കാരണം കുടയൊന്നും നിൽക്കില്ല, ഭയങ്കര കാറ്റാണ്. അപ്പോൾ കുടയൊക്കെ ഒടിഞ്ഞ് പറഞ്ഞ് 4 വഴിക്ക് പോകും. അതുകൊണ്ട് കുടയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ അങ്ങനെ ഭയങ്കര വിൻഡി അല്ല, കുടയൊക്കെ യൂസ് ചെയ്യാം എന്നാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കുട എടുക്കുന്നുണ്ട്, എങ്ങാനും വല്ല മഴ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഇതില്ലാണ്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയൊരു സാധനമാണ് ഇതിപ്പോൾ ഇതിനകത്തൊന്നുമില്ല. സാധനം എൻ്റെ ബാത്റൂമിലിരിക്കുകയാണ്. ഇതെൻ്റെ വാട്ടർ ഫ്ലോസറാണ്. ഇതും ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണെന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാനും നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനും പല്ല് കേട് വരാതിരിക്കാനും ഒക്കെ ആയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന സാധനമാണ് വാട്ടർ ഫ്ലോസർ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. എൻ്റെ പല്ലിന് ചില്ലറ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഡെൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഇതില്ലാണ്ട് എനിക്ക് ഒരു ദിവസം പോലും ഇപ്പോൾ പറ്റൂല. അപ്പോൾ അത് കാരണം അത് ഞാൻ പാക്ക് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പാക്ക് ചെയ്യേണ്ടത് എൻ്റെ ക്യാരി ഓൺ ബാഗാണ്. ക്യാരി ഓൺ ബാഗായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത്
ഈ ഒരു ബാഗാണ്. ഇത് കുറച്ച് ചെറുതാണ്. ക്യാരി ഓൺ ആയിട്ട് നമ്മൾ യൂഷ്വലി എടുക്കാറുള്ള ഏരിയയിലൊക്കെ കയറാൻ എടുക്കാറുള്ള ടൈപ്പ് അത്രയും വലിപ്പമുള്ള ബാഗല്ല. ഇത് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളവിടെ പോയിട്ട് നമ്മൾ കറങ്ങാൻ നടക്കുമ്പോൾ നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ സൗകര്യത്തിനുള്ളൊരു ബാഗായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ലിംഗ് ബാഗൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ കയറില്ല. ലോങ് ഡേയ്സ് ആണ് ജപ്പാനിൽ. അതുപോലെ നമ്മൾ കുറേ നടക്കണം, കുറേ ദൂരം യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കരുതേണ്ട വെള്ളം, ഫുഡ്, പിന്നെ ഇതുപോലെ ഒരു കാര്യം കൂടെ കേട്ടു. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നടന്നുകൊണ്ട് എന്തെങ്കിലും കഴിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചോക്ലേറ്റ് കഴിച്ചതിൻ്റെ റാപ്പേഴ്സ് എന്തെങ്കിലും കയ്യിൽ നമ്മുടെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇടാൻ എങ്ങും ഒബ്വിയസ്ലി നമുക്ക് കളയാൻ പറ്റില്ല, സ്ട്രീറ്റിലെങ്ങും ഇടാൻ പാടില്ല. കളയാനായിട്ട് ബിൻസും ഉണ്ടാവില്ല. അത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. സ്ട്രീറ്റിലെങ്ങും ബിൻസ് ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും കൺവീനിയൻസ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബിൻ ഉണ്ടാവും, അല്ലാണ്ട് വഴിയിലെങ്ങും നമുക്ക് വേസ്റ്റ് കളയാനുള്ള സാധനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ തന്നെ കൊണ്ടു നടക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു ചെറിയൊരു കവറോ എല്ലാം കയ്യിൽ വെക്കുന്നത് നല്ലതാണ്, ഈ ഒരു വേസ്റ്റൊക്കെ ഇട്ട് നമ്മൾ കയ്യിൽ തന്നെ പിടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഇടാനും, പിന്നെ വെള്ളം, പിന്നെ അത്യാവശ്യം സ്നാക്സ്, പിന്നെ എന്താ കയ്യിൽ നമുക്ക് കൊണ്ടു നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റണ ഒരു ബാഗ് വേണമല്ലോ. അപ്പോൾ സ്ലിംഗ് ബാഗ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ബാഗാണിത്. ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ വേറൊരു ബാഗും കൂടെ എടുക്കാൻ പറയുന്നുണ്ട്, ബാക്ക് പാക്ക് പോലത്തെ ഒരു ചെറിയൊരു ബാഗ്. ഇത് ഒരു വലിയ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പുറകിലൊരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അഗൈൻ ഇതിൽ ലാപ്ടോപ്പ് കയറില്ല കേട്ടോ. ലാപ്ടോപ്പ് ഞങ്ങൾ ഇപ്രാവശ്യം എടുക്കണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നതേ ഉള്ളൂ. എടുത്താൽ തന്നെ ഹസ്ബൻഡിൻ്റെ ബാക്ക് പാക്കിലായിരിക്കും അത് പോകുന്നത്, ഇതിനകത്തല്ല. ആദ്യം തന്നെ എന്തായാലും എൻ്റെ കാർഡ് ഹോൾഡറാണ്. വാളറ്റ് ഞാൻ എടുക്കുന്നില്ല, കാരണം അവിടെ ചെന്നിട്ട് നമ്മുടെ വാളറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, ഒന്നും തൈക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. കുറച്ച് കാർഡ്സിൻ്റെ ആവശ്യമുള്ളൂ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാർഡ് ഹോൾഡറിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൽ എൻ്റെ ഇവിടുത്തെ ID-യും പിന്നെ അത്യാവശ്യം ട്രാവൽ കാർഡുകളും പിന്നെ ഇവിടുത്തെ എൻ്റെ ബാക്കി ട്രാവൽ കാർഡുകളും ഒക്കെ ഉണ്ട്. പാസ്പോർട്ട് വെച്ചേക്കാണ്, പുറത്ത് വെച്ചേക്കാണ്, അതെടുത്ത് ഇതിനകത്തോട്ട് വെക്കണം, അതിപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല. പിന്നുള്ളത് എനിക്ക് 2 ഫോണുണ്ട്. ഒരെണ്ണത്തിൽ ഇപ്പം ഞാൻ ഇപ്പം ചെയ്യുന്ന ക്യാമറയിലാണ്, ഒരെണ്ണം ഇവിടെ ഷൂട്ട് ചെയ്യാൻ റെഡിയാക്കി വെച്ചേക്കുന്നു. വേറൊരു ഫോണ് ഇവിടെ കണ്ടുണ്ട്, അതും വെക്കണം. അപ്പം അതിൻ്റെ ചാർജേഴ്സും കാര്യങ്ങളും ഒക്കെ വെക്കണം. അതൊന്നും ഇപ്പം എന്തായാലും ഞാൻ വെച്ച് കാണിക്കുന്നില്ല. വേറെ ഇപ്പം നിങ്ങളെ മെയിനായിട്ട് കാണിക്കാനുള്ളത് ഈ ഒരു പൗച്ചാണ്. ഈ പൗച്ചാണ് ഞാൻ എൻ്റെ ക്യാരി ഓണിൽ എടുക്കുന്നതും ഫ്ലൈറ്റ് കയറി കഴിയുമ്പോഴത്തേക്കും ബാഗ് മേളിൽ വെച്ചാലും ഞാൻ എൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യുന്ന ഒരു പൗച്ചാണിത്. ഫസ്റ്റ് ടൈമിനുള്ളത് ഒരു സ്ക്രഞ്ചിയാണ്, പിന്നുള്ളതൊരു മിൻറ്റ് നമ്മൾ കുറേ നേരം ഫ്ലൈറ്റിൽ പല്ലൊന്നും തേക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ വെള്ളമൊന്നും അധികം കുടിക്കാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അപ്പോൾ അതിലൊരു വല്ലാത്തൊരു ഫീലിംഗ് വരും. അപ്പോൾ അത് കളയാനായിട്ട് കുറച്ച് മിൻസ് ഉണ്ട്. പിന്നെ ഒരു ഫ്ലോസ് ഉണ്ട്. അഗൈൻ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് വായിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ സ്ട്രിങ് ഫ്ലോസ് ആണത്. പിന്നുള്ളതൊരു സാനിറ്റൈസറാണ്. ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഹിമാലയയുടെ സാനിറ്റൈസർ, എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഉള്ളത് ഒരു ലിപ് ബാം, ബേർഡ്സ് ബീസിൻ്റെ ലിപ് ബാമാണ്. പിന്നുള്ളതൊരു ചെറിയ മിനി പെർഫ്യൂമാണ്. ഇത് ലവിയ ബെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ്, എൻ്റെ ഫേവറേറ്റാണ്. ട്രാവൽ സൈസാണ്. ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു സാധനം എൻ്റെ ഇയർപോഡ്സ് ആണ്. അത് അവിടെ പുറത്തിരിക്കുവാണ്, അതും കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൗച്ച് റെഡിയാണ്. ഇത് എന്നിട്ട് മുകളിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് കയറിയിട്ട് ബാഗ് മേളിൽ വെച്ചാലും ഇത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യും. അടുത്ത സാധനം എൻ്റെ കിൻഡിലാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്, ഇതിലാണ് ഞാനിപ്പോൾ ഒരു വഴിക്കും പോകാറില്ല. പിന്നെ എൻ്റെ സൺഗ്ലാസസ് ഞാൻ പോകുന്ന ദിവസം ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല കോണ്ടാക്ട്സ് ഇടുമോ ഇല്ലയോ എന്നുള്ളത്. ഇട്ടാലും ഇല്ലെങ്കിലും സൺഗ്ലാസ് എന്തായാലും കയ്യിൽ ഈ ബാഗിൽ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫോൺ ഒരെണ്ണം ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതില്ല. പിന്നെ ഒരു ടിഷ്യൂ നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ ഇതിൽ പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പൗച്ച്, പിന്നെ ഒരെണ്ണം ഉള്ളത് എൻ്റെ ഐ മാസ്ക്. നമുക്ക് ഫ്ലൈറ്റിൽ ഉറങ്ങാനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ക്യൂട്ടി ഐ മാസ്ക് ഉണ്ട്, അപ്പോൾ അതും എടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ പൗച്ചിനകത്തൊക്കെ വയ്ക്കാറ്. പിന്നെ ചെറിയൊരു വാട്ടർ ബോട്ടിൽ, ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ, കുറച്ച് വെള്ളം കൂടെ എടുത്ത് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. പിന്നെ ഒരു ക്യാപ്പ് എടുക്കുന്നുണ്ട്. ഞാൻ അവിടെ എങ്ങനെയാണ്, വെയിലാണോ തണുപ്പാണോ എന്താണോ എന്ന് അറിഞ്ഞൂടെ, എന്തായാലും സ്റ്റൈലിങ്ങിന് യൂസ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ടൊരു ക്യാപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബെൽറ്റ്, അതെൻ്റെ ഫോമൽ ട്രൗസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഫോമൽ അല്ല, സെമി
ഫോമലാണ് ആക്ച്വലി, ബട്ട് അത് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഒരു ബെൽറ്റ് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇനിയൊരു കാര്യം കൂടി ഉണ്ട്, ഒരു ട്രൈപോഡ് എടുക്കുന്നുണ്ട്. ഈ ട്രൈപോഡ് സെൽഫി ട്രൈപോഡ് പോലത്തെ സാധനമാണ്. ഇതും കൂടെ ഇങ്ങനെ ഒടിച്ച് മടക്കി എടുക്കുന്നുണ്ട്. ഇത് ഹാൻഡ് ബാഗിൽ വെക്കില്ല, ചെക്കിനിൽ വെക്കുകയുള്ളൂ. അപ്പോൾ അത്രയും ഐറ്റംസാണ് ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് പാക്ക് ചെയ്യാം. അപ്പം അങ്ങനെ എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പെട്ടിയും ബാഗൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിൻ്റെ പെട്ടിയും ബാഗൊക്കെ റെഡിയാക്കണം. ബട്ട് ഞാൻ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ചാനലിലൂടെ ഫ്ലാഷ് ചെയ്യുന്നില്ല. അപ്പം എന്തായാലും ഇതാണ് എൻ്റെ ഒരു ജപ്പാനിന് വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്ത പാക്കിംഗ്. 2 ഐറ്റംസ് മിസ്സായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനിത് പോകുന്നതിൻ്റെ അന്നോ തലേന്നോ അല്ല ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഇനിയും 2-3 ദിവസം കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാനിപ്പം നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഫ്ലോസർ പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ എടുത്ത് പാക്ക് ചെയ്യുന്നതായിരിക്കും. ബട്ട് മെയിൻ സാധനങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുന്നേ ജപ്പാന് പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എക്സ്ട്രാ പാക്ക് ചെയ്തിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ വീഡിയോ കാണുന്നവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും അതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഇനി ലോങ് വീഡിയോസ് പയ്യെ ഇട്ട് തുടങ്ങാമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.